ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകന്റെ പുസ്തകത്തിന്റെ 4ഉം 5ഉം അധ്യായങ്ങൾ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള 25 ചോദ്യങ്ങളടങ്ങുന്ന ബൈബിൾ ക്വിസാണ് ഇത്. നമുക്ക് ആരംഭിക്കാം. സഭാപ്രസംഗകൻ 4:1 പ്രകാരം മർദ്ദകർക്ക് എന്തുണ്ടായിരുന്നു? ഓപ്ഷനുകൾ: എ. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. ബി. ചെയ്ത തെണ്ടകളെക്കുറിച്ചുള്ള അനുതാപം. സി. മർദ്ദിതരെ അടിച്ചമർത്താനുള്ള ശക്തി. ഡി. മർദ്ദിതരുടെ കണ്ണീരും നിലവിളിയും. ശരിയായ ഉത്തരം സി. മർദ്ദിതരെ അടിച്ചമർത്താനുള്ള ശക്തി. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗകൻ 5:5 പ്രകാരം ഓപ്ഷനുകൾ: എ. വിവേകമില്ലാതെ സംസാരിക്കുന്നതിനേക്കാൾ ഭേദം മൗനം പാലിക്കുന്നതാണ്. ബി. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. സി. നേർച്ചകൾ നേരുന്നതിനേക്കാൾ നല്ലത് അത് വേഗത്തിൽ നിറവേറ്റുന്നതാണ്. ഡി. ദൈവത്തിന് അപ്രിയമായ നേർച്ചകൾ നേർന്ന് അവിടുത്തെ കോപിപ്പിക്കരുത്. ശരിയായ ഉത്തരം ബി. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം നേരാതിരിക്കുന്നതാണ്. ഭൂമിയുടെ വിളവ് എല്ലാവർക്കുമുള്ളതാണ്. രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. ഇത് ഏത് പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകന്റെ പുസ്തകം 5:9. ബി. മർക്കോസ് എഴുതിയ സുവിശേഷം 5:9. സി. ലൂക്ക എഴുതിയ സുവിശേഷം 4:9. ഡി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:10. ശരിയായ ഉത്തരം എ. സഭാപ്രസംഗകന്റെ പുസ്തകം 5:9. സഭാപ്രസംഗകൻ 5:12 പ്രകാരം ആരുടെ ഉറക്കമാണ് അമിത സമ്പാദ്യം മൂലം നഷ്ടപ്പെടുന്നത്? ഓപ്ഷനുകൾ: എ. രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ദരിദ്രന്റെ. ബി. അമിതമായി സമ്പത്ത് കുന്നുകൂട്ടിയിട്ടുള്ള ധനികന്റെ. സി. രാജ്യം ഭരിക്കുന്ന ശക്തനായ രാജാവിന്റെ. ഡി. വിവേകമില്ലാതെ സംസാരിക്കുന്ന ഭോഷന്റെ. ശരിയായ ഉത്തരം ബി. അമിതമായി സമ്പത്ത് കുന്നുകൂട്ടിയിട്ടുള്ള ധനികന്റെ. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഈ വചനം സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഏതു വാക്യമാണ്? ഓപ്ഷനുകൾ: എ. 4:5. ബി. 4:1. 5:2 പ്രകാരം ഓപ്ഷനുകൾ: എ. നേർച്ചകൾ നേർന്നാൽ അത് അന്നുതന്നെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ്. ബി. വിവേകമില്ലാതെ സംസാരിക്കരുത്, കാരണം വാഗ്ദാനങ്ങൾ ലംഘിക്കാനുള്ളതാണ്. സി. വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗ്ഗത്തിലും നീ ഭൂമിയിലുമാണ്, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ദൈവം സ്വർഗ്ഗത്തിലും നീ ഭൂമിയിലുമാണെന്നോർത്ത് പ്രാർത്ഥനകൾ നീട്ടണം. ശരിയായ ഉത്തരം സി. വിവേകശൂന്യമായി സംസാരിക്കരുത്, ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗ്ഗത്തിലും നീ ഭൂമിയിലുമാണ്, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ഇത് ഏതു പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5:7. ബി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:7. സി. ഉൽപ്പത്തിയുടെ പുസ്തകം 5:7. ഡി. സുഭാഷിതങ്ങളുടെ പുസ്തകം 5:7. ശരിയായ ഉത്തരം ബി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:7. സഭാപ്രസംഗകൻ 4:13 പ്രകാരം ആരെക്കാൾ ഭേദമാണ് നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്? ഓപ്ഷനുകൾ: എ. യുദ്ധത്തിൽ വിജയിച്ചുവരുന്ന ശക്തനായ സേനാപതി. ബി. വിവേകപൂർവം രാജ്യം ഭരിക്കുന്ന മന്ത്രി. സി. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവ്. ഡി. വിദേശത്തുനിന്ന് വ്യാപാരം നടത്തിവരുന്ന ധനികൻ. ശരിയായ ഉത്തരം സി. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവ്. ഒരു പിടി സ്വസ്ഥതയാണ് ഇരുകൈകളും നിറയെയുള്ള അധ്വാനത്തേക്കാളും പാഴ്വേലയേക്കാളും ഉത്തമം. ഈ വചനം സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഏത് വാക്യമാണ്? ഓപ്ഷനുകൾ: എ. 4:10. ബി. 4:6. സി. 4:1. ഡി. സഭാപ്രസംഗകൻ 4:3. ശരിയായ ഉത്തരം സി. 4:1. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തുവന്നതുപോലെ തന്നെ നഗ്നനായി തന്നെ അവൻ പോകും. അവന്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകില്ല. ഇത് ഏത് പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:15. ബി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:15. സി. റോമാക്കാർക്കെഴുതിയ ലേഖനം 3:15. ഡി. ലൂക്ക എഴുതിയ സുവിശേഷം 5:15. ശരിയായ ഉത്തരം ബി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:15. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗകൻ 4:12 പ്രകാരം ഓപ്ഷനുകൾ: എ. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നുണ്ട്. ബി. സമാധാനമുള്ളവൻ എപ്പോഴും വിജയിക്കുമെന്നത് ഉറപ്പാണ്. സി. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം,
രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് പൊട്ടുകയില്ല. ഡി. മുപ്പിരിച്ചരട് പൊട്ടുകയില്ലെന്ന് സഭാപ്രസംഗകൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ശരിയായ ഉത്തരം സി. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരിച്ചരട് പൊട്ടുകയില്ല. സഭാപ്രസംഗകൻ 5.1 പ്രകാരം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ളവനായിരിക്കണം? ഓപ്ഷനുകൾ: എ. ദരിദ്രർക്ക് ദാനം നൽകുന്നവനായിരിക്കണം. ബി. കാഴ്ചദ്രവ്യങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. സി. സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവനായിരിക്കണം. ഡി. ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കാൻ ഒരുങ്ങിയവനായിരിക്കണം. ശരിയായ ഉത്തരം ഡി. ദൈവവചനം ശ്രദ്ധിച്ചു കേൾക്കാൻ ഒരുങ്ങിയവനായിരിക്കണം. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാനിടവരരുത്. ഇത് ഏതു പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. പുറപ്പാടിന്റെ പുസ്തകം 3:6. ബി. മർക്കോസ് എഴുതിയ സുവിശേഷം 2:6. സി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:6. ഡി. ലേവ്യരുടെ പുസ്തകം 5:6. ശരിയായ ഉത്തരം സി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:6. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവര് ധനം കൊണ്ട് തൃപ്തിയടയുകയില്ല. ഈ വചനം സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഏതു വാക്യമാണ്? ഓപ്ഷനുകൾ: എ. 5:15. ബി. 5:5. സി. 5:10. ഡി. 5:1. ശരിയായ ഉത്തരം ഡി. 5:1. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗകൻ 4:2 പ്രകാരം ഓപ്ഷനുകൾ: എ. മർദ്ദകരുടെ ശക്തിയും മർദ്ദിതരുടെ കണ്ണീരും ഞാൻ സൂര്യനു കീഴിൽ കണ്ടു. ബി. മിഥ്യയായ പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഒരിക്കലും സന്തോഷം കണ്ടെത്തുകയില്ല. സി. ഈ ലോകത്തിലെ എല്ലാ അധ്വാനവും പാഴ്വേലയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഡി. ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു. ശരിയായ ഉത്തരം ഡി. ജീവിച്ചിരിക്കുന്നവരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരുണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്. ഇത് ഏതു പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. വിലാപങ്ങളുടെ പുസ്തകം 5:8. ബി. ഇയ്യോബിന്റെ പുസ്തകം 5:8. സി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:8. ഡി. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:8. ശരിയായ ഉത്തരം സി. സഭാപ്രസംഗകന്റെ പുസ്തകം 5:8. സഭാപ്രസംഗകൻ 4:5 പ്രകാരം ഭോഷൻ എന്തു ചെയ്താണ് ക്ഷയിക്കുന്നത്? ഓപ്ഷനുകൾ: എ. അമിതമായി അധ്വാനിച്ച് രോഗിയാകുന്നു. ബി. പാഴ്വേലകളിലേർപ്പെട്ട് ക്ഷീണിക്കുന്നു. സി. കയ്യും കെട്ടിയിരുന്ന് സ്വയം നശിക്കുന്നു. ഡി. മറ്റുള്ളവരോട് മത്സരിച്ച് തോൽക്കുന്നു. ശരിയായ ഉത്തരം സി. കയ്യും കെട്ടിയിരുന്ന് സ്വയം നശിക്കുന്നു. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗികൻ 5:4. ഓപ്ഷനുകൾ: എ. നേർച്ചകൾ നേരുമ്പോൾ വിവേകപൂർവം ചിന്തിച്ചുമാത്രം തീരുമാനമെടുക്കുക. ബി. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക. സി. വിവേകശൂന്യമായി സംസാരിക്കുന്ന മൂഢനെ ദൈവം ഒരിക്കലും പ്രീതിപ്പെടുകയില്ല. ഡി. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. ശരിയായ ഉത്തരം ഡി. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടുത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. സൂര്യനു കീഴെ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു. ഈ വചനം സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ ഏതു വാക്യമാണ്? ഓപ്ഷനുകൾ: എ. സഭാപ്രസംഗകൻ 4:3. ബി. 4:5. സി. 4:1. ഡി. 4:7. ശരിയായ ഉത്തരം സി. 4:1. ഒരുവൻ കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിൽ എത്താൻ കഴിഞ്ഞേക്കാം. അവൻ താൻ ഇപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം. ഇത് ഏതു പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ. ലൂക്കാ എഴുതിയ സുവിശേഷം 2:14. ബി. ഹെബ്രായർക്കെഴുതിയ ലേഖനം 3:14. സി. സഭാപ്രസംഗകന്റെ പുസ്തകം 4:14. ഡി. വെളിപാട് പുസ്തകം 4:14. ശരിയായ ഉത്തരം സി. സഭാപ്രസംഗകന്റെ പുസ്തകം 4:14. സഭാപ്രസംഗകൻ 5:11 പ്രകാരം വിഭവങ്ങളേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓപ്ഷനുകൾ: എ. ദരിദ്രർക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നു. ബി. രാജ്യം കൂടുതൽ ശക്തിയുള്ളതായി മാറുന്നു. സി. വിഭവങ്ങൾ തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ഡി. ഉടമസ്ഥൻ കൂടുതൽ സന്തുഷ്ടനായി മാറുന്നു. ശരിയായ ഉത്തരം സി. വിഭവങ്ങൾ തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗകൻ 4:11 പ്രകാരം ഓപ്ഷനുകൾ: എ. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂടുകിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂടുകിട്ടും? ബി.
രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണെന്ന് സഭാപ്രസംഗകൻ പറയുന്നുണ്ട്. സി അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നതുപോലെ തന്നെ തിരിച്ചുപോകും. ഡി മുപ്പിരിച്ചരട് പൊട്ടുകയില്ലെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ശരിയായ ഉത്തരം എ രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂടുകിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂടുകിട്ടും? ആകുലതയേറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. വാക്കുകളേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. ഇത് ഏതു പുസ്തകത്തിലെയും അധ്യായത്തിലെയും വാക്യമാണ്? ഓപ്ഷനുകൾ: എ എഫേസോസുകാർക്കെഴുതിയ ലേഖനം 5:3, ബി തിമോത്തിയോസിനെഴുതിയ ലേഖനം 2:3, സി റോമാക്കാർക്കെഴുതിയ ലേഖനം 3:3, ഡി സഭാപ്രസംഗകന്റെ പുസ്തകം 5:3. ശരിയായ ഉത്തരം ഡി സഭാപ്രസംഗകന്റെ പുസ്തകം 5:3. സഭാപ്രസംഗകൻ 4:8 പ്രകാരം ഒറ്റയ്ക്കായി അധ്വാനിക്കുന്നവന്റെ വലിയ സങ്കടം എന്താണ്? ഓപ്ഷനുകൾ: എ പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല എന്നത്, ബി തന്റെ അധ്വാനത്തിന് അറുതിയില്ല എന്നത്, സി അധ്വാനിക്കാൻ ആരും സഹായിക്കുന്നില്ല എന്നത്, ഡി ആർക്കുവേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്ന് ചിന്തിക്കാത്തത്. ശരിയായ ഉത്തരം ഡി ആർക്കുവേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്ന് ചിന്തിക്കാത്തത്. വാക്യം ഉദ്ധരിക്കുക. സഭാപ്രസംഗകൻ 5:13. ഓപ്ഷനുകൾ: എ സൂര്യനു കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു, ധനികൻ തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. ബി ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് ഒരിക്കലും തൃപ്തി വരികയില്ല. സി ഭൂമിയുടെ വിളവ് രാജാവിനും ദരിദ്രനും ഒരുപോലെയുള്ളതാണ്. ഡി അധ്വാനിക്കുന്നവൻ ഉറങ്ങുമ്പോൾ അത് സുഖകരമായിരിക്കും. ശരിയായ ഉത്തരം എ സൂര്യനു കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു, ധനികൻ തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ. കൂടുതൽ വിവരങ്ങൾക്ക് 9287400403 എന്ന ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ ചാനലിന്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.